ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് വീക്കെൻഡ്. ആഹാ, സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചാൽ ഇന്ന് നടപ്പില്ല. ഇന്ന് ശനിയാഴ്ചയാണ്. പക്ഷേ ഞാൻ ആക്ച്വലി വീക്കെൻഡ് വീട്ടിലിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, ഇന്നെനിക്ക് ജോലിക്ക് പോകണം. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ പണികളൊക്കെ തീർക്കാം. അങ്ങനെ ഓരോ കാര്യങ്ങളിലായിട്ട് ഒരേന്നായിട്ട് ഒതുക്കാൻ തുടങ്ങി. എന്നാലേ എനിക്ക് 4 മണിയാകുമ്പോൾ അവിടെ എത്താൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ ഭയങ്കര മടിച്ച് വരുന്നുണ്ടോ എന്ന് നല്ലൊരു സംശയമുണ്ട്. പിന്നെ എനിക്ക് ഈ സമയത്തൊക്കെ അമ്മനെയൊക്കെ മിസ്സ് ചെയ്യുന്നു, ചേച്ചിനെ മിസ്സ് ചെയ്യുന്നു. ഞാൻ വീട്ടിൽ സത്യം പറഞ്ഞാൽ പണിയൊന്നും എടുക്കത്തില്ലായിരുന്നു. എനിക്കറിയാം, ചെയ്യാനൊക്കെ അറിയാം, പക്ഷെ ഞാൻ ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ എന്നെ അങ്ങനെയാണ് അമ്മ. അമ്മ എനിക്ക് കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ തരും, ചേച്ചിക്ക് വലിയ വലിയ ജോലികൾ പറയും. അപ്പോൾ ചേച്ചി എന്നെ പ്രാകും, നീ കണ്ടോടി, നീ ഫ്യൂച്ചറിൽ നല്ലപോലെ പണിയെടുക്കുന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. ലൈക്ക് പ്രാകലല്ല, ലൈക്ക് ചേച്ചിക്ക് ദേഷ്യം വന്നിട്ടാണ്. പക്ഷെ അതൊരു ഫണ്ണി വേ ആയിട്ട് ചേച്ചി പറയുന്നത്. അപ്പം പാവം ചേച്ചി എന്തോരം ജോലി എടുക്കുമെന്ന് അറിയാമോ. പക്ഷേ ഞാൻ ഇവിടെ വന്നുമ്പോൾ എന്ത് ചെയ്യാൻ, നമുക്ക് ചെയ്യാതൊരു നിവൃത്തിയില്ല. വേലക്കാരിയൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ നമുക്കൊക്കെ, നമ്മൾ പാവങ്ങൾ. അങ്ങനെ ഞാൻ എൻ്റെ പണികളൊക്കെ വേഗം ഞാൻ എല്ലാം ഒന്ന് ഓർഡറാക്കും, ഏതൊക്കെ ചെയ്യണമെന്ന്. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ തീർത്ത് വരും. എന്നാലും ലാസ്റ്റ് ഒരുപാട് പണിയുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അമ്മമാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. ഈ നമ്മളെല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തും, ഇവർക്ക് എന്ത് പണിയാണ്. അല്ലെങ്കിൽ ഈ യൂഷ്വലി ലൈക്ക് അച്ഛന്മാർ, ലൈക്ക് ഹസ്ബൻഡ്സ് അല്ലേ, അവരിങ്ങനെ പറയും അവർക്ക് എന്ത് പണിയാണുള്ളത്. ഒരു പണിയില്ല. ഞാനും വിചാരിച്ചു അമ്മയ്ക്ക് എന്ത് പണിയാണുള്ളത്. പക്ഷേ വീട്ടിൽ എടുത്താൽ തീരാത്ത പണിയുണ്ട് അല്ലേ. വർക്കാണെങ്കിൽ തീരത്തും ഇല്ല. ശരിക്കും പറഞ്ഞാൽ അമ്മമാരെ സമ്മതിക്കണ്ടേ, അവർക്കൊരു ഓസ്കാർ അവാർഡ് കൊടുക്കണം. ചില വീട്ടിലൊക്കെ ആണെങ്കിൽ ഡിഫറെൻറ്റ് ഡിഷ്, ചിലർക്ക് വെജിറ്റേറിയൻ ആണെങ്കിൽ ചിലർക്ക് ഡയറ്റിങ്, ഇത് അവരെ സമ്മതിക്കണം, അവരുടെ പേഷ്യൻസ് സമ്മതിക്കണം. ഞാൻ ശരിക്കും ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടെന്നൊന്ന് മനസ്സിലായത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അടുക്കളയിൽ കയറുന്ന ഇഷ്ടമല്ല, ടു ബി ഓണസ്റ്റ്. എനിക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോയി അടിച്ചു പൊളിച്ച് TV ഒക്കെ കണ്ട് വല്ലയിടത്തൊക്കെ ഇങ്ങനെ ഇരിക്കുക, അതൊക്കെയാണ്. ഞാൻ മടിച്ചാണ്, എനിക്ക് പറയുന്നതിൽ ഒരു മടിയുമില്ല. എനിക്ക് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണം, ഒരുപാട് ഉറങ്ങണ്ട, കുറച്ച് അങ്ങനെ റെസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ ഒരു മൈൻഡാണ് എൻ്റെ. അങ്ങനെ എന്ത് ചെയ്യാം, എനിക്കെല്ലാം ചെയ്തേ പറ്റുള്ളൂ ഇപ്പോൾ. എന്ന് വെച്ചാൽ ജോലിയൊക്കെയാണ്, നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം എല്ലാം തന്നെ ചെയ്യേണ്ട ഒരു പ്രായം കഴിഞ്ഞാൽ. അപ്പം ഞാനും തന്നെത്താനെല്ലാം ചെയ്യാൻ തുടങ്ങി. എനിക്ക് എന്നെക്കൊണ്ട് പ്രൗഡ് മൈ സെൽഫ്. പിന്നെ